ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ 2018-19 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠിച്ച് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എന്ന് നോക്കാം. സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. 15 minutes is given as cool off ടൈം. 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. കൂൾ ഓഫ് ടൈം എന്തിനാണ്? റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 6. 2 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഒന്നാമത്തേത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റോറി വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസുകളിന് ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറി എന്താണെന്ന് നോക്കാം. വൺസ് ദർ ലിവ്ഡ് എ ലയൺ ഇൻ ദ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിൽ ഒരു ലയൺ ഉണ്ടായിരുന്നു. ലയൺ ജീവിച്ചിരുന്നു. ഹി വാസ് ദ കിങ് ഓഫ് ദ എനിമൽസ്. ആ ലയൺ എന്ന് പറയുന്നത് അവിടുത്തെ മൃഗങ്ങളുടെ രാജാവായിരുന്നു. ഹി കിൽഡ് മെനി എനിമൽസ്. ആ ലയൺ ഒരുപാട് മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. ദ എനിമൽസ് were in terror. ആ മൃഗങ്ങളെല്ലാം വളരെ ടെറർ ആയിരുന്നു. എന്താണ് ടെറർ? ടെറർ എന്ന് പറഞ്ഞാൽ ഫിയർ, ഒരു പേടിയിലായിരുന്നു അവിടുത്തെ മൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ദേ ഹെൽഡ് എ മീറ്റിംഗ്. അവരൊരു മീറ്റിംഗ് വെച്ചു. ആൻ ഓൾഡ് ഹെയർ സ്റ്റുഡ് അപ്പ്. ഒരു ഓൾഡ് ഹെയർ എഴുന്നേറ്റ് നിന്നു. ഹി വാസ് വൈസ്. ആ ഓൾഡ് ഹെയർ എങ്ങനെയുള്ള ആളാണ്? ഒരു വൈസ് നല്ല ബുദ്ധിയുള്ള ഒരാളാണ്. ഹി ബ്രോട്ട് ഫോർ എ പ്ലാൻ. അവൻ ഒരു പ്ലാന് മുന്നോട്ട് വെച്ചു. ഓൾ ദ എനിമൽസ് വെൻ ടു ദ ലയൺ. എല്ലാ എനിമൽസും ലയൻ്റെ അടുത്തേക്ക് പോകണം. ദ എനിമൽസ് ടോൾഡ് ഹിം ദാറ്റ് ദേ വുഡ് സെൻഡ് 1 എനിമൽസ് എവറി ഡേ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോകുന്നതിലേക്കും നല്ലത് എന്താണ്? ഓരോ ദിവസവും ഓരോ എനിമൽസ് വെച്ച് ലയൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞു. ദ ലയൺ എഗ്രീഡ്. അത് ലയണും എഗ്രി ചെയ്തു. ലയൺ പറഞ്ഞു ഓക്കെ, അങ്ങനെ മതി, ഓരോ ദിവസവും ഓരോ എനിമൽസ് ആയിട്ട് എനിക്ക് ഭക്ഷണമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വൺ ഡേ ഇറ്റ് വാസ് ദ ഹെയർസ് ടേൺ. എന്താണ്? ഒരു ദിവസം ഈ ഹെയറിൻ്റെ ടേൺ ആയിരുന്നു. ഹി റീച്ച് ദ ലയൺ ലേറ്റ്. അവന് ലയൻ്റെ അടുത്തേക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ദ ലയൺ വാസ് ആംഗ്രി. ലയൺ വളരെ ആംഗ്രി ആയിരുന്നു, വളരെ ദേഷ്യത്തിലായിരുന്നു. ഹി ഹാസ്ക്ഡ് ദ ഹെയർ വൈ ഹി വാസ് ലേറ്റ്. നീ എന്തുകൊണ്ടാണ് നേരം വൈകിയത് എന്ന് ലയൺ ചോദിച്ചു. The hare said that another lion had held him on the way. ഞാൻ വരുന്ന വഴിയിൽ വേറെ ഒരു ലയണിനെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് എന്ന് പറഞ്ഞു. The lion told him to show him the other lion. അപ്പോൾ ഈ ലയൺ പറഞ്ഞു, എന്നെ പോലെ വേറൊരു ലയണോ, എന്നാൽ എനിക്ക് അവനൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. The hare led him to ഡീപ്പ് വെൽ. അങ്ങനെ അവർ ഒരു ഡീപ്പ്, നല്ല ആഴമുള്ള ഒരു വെൽ എന്താണ്? കിണറിൻ്റെ അടുത്തേക്ക് സിംഹത്തിനെയും കൊണ്ട് പോയി. ദ ലയൺ ലുക്ക്ഡ് ഇൻ ടു ദ വെൽ ആൻഡ് സോ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ വാട്ടർ. അങ്ങനെ ലയൺ ആ ഒരു വെള്ളത്തിലേക്ക് നോക്കി എന്താ സംഭവിക്കുക? ലയൻ്റെ പ്രതിബിംബം, ലയൻ്റെ ആ റിഫ്ലക്ഷൻ തന്നെ കാണാൻ പറ്റും അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു ലയൻ്റെ റിഫ്ലക്ഷൻ തന്നെ അവിടെ കണ്ടു. He took his image for another lion. അപ്പോൾ അതിൽ നിന്ന് കിണറ്റിൽ വേറെ ഒരു ലയൻ്റെ ഇമേജും കൂടെ കണ്ടു. He had to once jumped into the well and died. അങ്ങനെ ലയൺ ഇത് കണ്ടപ്പോൾ ആ ദേഷ്യത്തിൽ കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ആ ലയൺ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ദ ഇവൻറ്റ് വിച്ച് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയാത്ത ഒരു ഇവൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. കാണാൻ പറ്റാത്തത്, ഇതിലില്ലാത്ത ഒരു ഇവൻറ്റ് തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ദ ഹെയർ ഡഗ് എ ഡീപ്പ് വെൽ. എന്താണ്? ഹെയർ ഒരു ഡീപ്പ് വെല്ല് കുഴിച്ചു. ഡഗ് ഇത് പറഞ്ഞാൽ കുഴിച്ചു എന്നാണ് പറയുന്നത്. അതുണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതായിരിക്കും ആൻസർ എന്ന് വിചാരിക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ വായിക്കാം. ദ ഹെയർ ലെഡ് ദ ലയൺ ഇൻ ടു വെൽ. ഹെയർ ലയണിനെ കിണറ്റിനരികിലേക്ക് നയിച്ചു. അത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ദ ലയൺ സോ ഹിസ് ഇമാജ് ഇൻ ദ വെൽ. ലയണ് തൻ്റെ ഇമാജ് തന്നെ ആ വെല്ലിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതും സംഭവിച്ചതാണ്. ദ ലയൺ ജംപ്ഡ് ഇൻ ടു ദ വെൽ. അതും സംഭവിച്ചതാണ്. ലയണ് കിണറ്റിലേക്ക് എടുത്തു ചാടിയതാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ്. ദ ഹെയർ ഡഗ് എ ഡീപ്പ് വെൽ. അത് ഉണ്ടായിട്ടില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഫിയർ. ഫിയർ എന്ന അർത്ഥം വരുന്ന വേർഡ് ഈ പാസേജിൽ നിന്നും കണ്ടുപിടിക്കണം. ഇപ്പോൾ വേർഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി എന്നാണ് അല്ലേ? ഇമേജ് എന്ന് പറഞ്ഞാൽ പിക്ചർ അല്ലേ? പിന്നെ
ടേൺ എന്ന് പറഞ്ഞാൽ ചാൻസ്, അവസരം എന്നാണ് അർത്ഥം. ഇനി ടെറർ ആണെങ്കിലോ, ടെറർ എന്ന് പറഞ്ഞാലാണ് ഫിയർ എന്ന മീനിങ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലയൺ കിൽഡ് മെനി എനിമൽസ്, ദ എനിമൽസ് വേർ അഫ്രേഡ് ഓഫ് ഹിം, വാട്ട് ഡിഡ് ദേ ഡു ദെൻ? എന്താണ്? ദ ലയണ് ഒരുപാട് മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. അപ്പോൾ മൃഗങ്ങളെല്ലാം വളരെയധികം ഭീതിയിലായിരുന്നു. പിന്നെ വാട്ട് ഡിഡ് ദേ ഡു? അപ്പോൾ അവരെന്താ ചെയ്തത്? ദേ റാൻ എവേ ഫ്രം ദ ഫോറസ്റ്റ്, അവർ ഫോറസ്റ്റിൽ നിന്നും ഓടിക്കളഞ്ഞു. അതാണോ ചെയ്തത്? അല്ല. ദേ ഡിസൈഡഡ് ടു മീറ്റ് ദ ലയൺ, എല്ലാവരും കൂടി ലയണിനെ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണോ? അല്ല. ഇനി ദേ ഹെൽഡ് എ മീറ്റിംഗ്, അവരൊരു മീറ്റിംഗ് വെച്ചു. അതാണല്ലേ കറക്റ്റ് ആൻസർ. ഇനി ഫോർത്ത് വൺ നോക്കാം. ഹി ബ്രോട്ട് ഫോർത്ത് എ പ്ലാൻ, അവരൊരു പ്ലാന് കൊണ്ടുവന്നു. വാട്ട് വാസ് ദ പ്ലാൻ? എന്തായിരുന്നു ആ പ്ലാൻ എന്ന് പറയുന്നത്? ടു കിൽ ദ ലയൺ അറ്റ് നൈറ്റ്, അറ്റ് നൈറ്റിൽ ലയണിനെ കില്ല് ചെയ്യണം എന്നുള്ളതാണോ? ടു ചൂസ് ദ ഹെയർ ആസ് ദ കിങ് ഓഫ് എനിമൽ, ഹെയറിനെ കിങ് ഓഫ് എനിമൽ ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതാണോ? ടു സെൻഡ് വൺ എനിമൽ എവറി ഡേ, ഓരോ ദിവസവും ഓരോ എനിമൽസിനെ ആയിട്ട് നമുക്ക് അയക്കാം എന്നുള്ളതാണോ? ടു വെയിറ്റ് ഫോർ അനദർ 2 weeks, 2 ആഴ്ച കൂടെ നമുക്ക് കാത്തു നിൽക്കാം എന്നുള്ളതാണ്. എന്തായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. ടു സെൻഡ് വൺ എനിമൽ എവറി ഡേ, ഓരോ ദിവസവും ഓരോ എനിമൽസിനെ ആയിട്ട് സെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ ആ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഡു യു ഫീൽ പിറ്റി ഫോർ ദ ലയൺ? വൈ? നിങ്ങൾക്ക് ഈ ലയൺ ഇങ്ങനെ സംഭവിച്ചപ്പോൾ, അത് കിണറ്റിലേക്ക് ചാടിയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവനോട് എന്തെങ്കിലും സഹതാപമോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നോ. വൈ? ബിക്കോസ് ഹി കിൽഡ് മെനി എനിമൽസ്, അവൻ ഒരുപാട് എനിമൽസിനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ലജ്ജ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എന്താണോ അത് എഴുതാവുന്നതാണ്. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കാം. സ്പീച്ചാണ് എഴുതേണ്ടത്. ഗ്രേസി വാസ് നോട്ട് റെഡി ടു ഷെയർ ഹെർ അംബ്രല്ല വിത്ത് ലില്ലി. ഗ്രേസി അവളുടെ അംബ്രല്ല ലില്ലിയുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ റെഡിയല്ല. ലില്ലി ദ പുവർ ഗേൾ ഫേസ്ഡ് മെനി ഡിഫിക്കൽറ്റീസ്. ലില്ലി എന്ന് പറയുന്നത് ഒരു പുവർ ഗേൾ ആണ് അല്ലേ, പാവപ്പെട്ട വീട്ടിലെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കുട്ടിയാണ്. ഈ ന്യൂസ് റീച്ച്ഡ് മനു ദ സ്കൂൾ ലീഡർ. ഈ ന്യൂസ് മനുവിലേക്ക് എത്തി. മനു ആരാണ്? ദ സ്കൂൾ ലീഡർ. മനു സ്കൂൾ ലീഡറാണ്. ഈ ഡിസൈഡഡ് ടു ഡെലിവർ എ സ്പീച്ച് ഇൻ ദ അസംബ്ലി ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ. അവന് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാൻ തീരുമാനിച്ചു അസംബ്ലിയിൽ. അതിൻ്റെ ആ സ്പീച്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരു സ്പീച്ചാണ് അവൻ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രിപ്പയർ മനു സ്പീച്ച്. അപ്പോൾ മനുവിൻ്റെ സ്പീച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമുക്ക് വായിക്കാം. സംവൺ ഇൻ നീഡ്, മേക്ക് എ ബെറ്റർ വേൾഡ്, ഗുഡ് ക്വാളിറ്റി, മേക്ക് അതേഴ്സ് ഹാപ്പി, ബി ഹാപ്പി, ഗുഡ് പേഴ്സൺ. ഇത്തരം പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. താഴെ തന്നിരിക്കുന്ന പോയിന്റ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പോയിന്റ്സ്? ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? ആരെയാണോ നിങ്ങൾ ഈ സ്പീച്ച് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് ആ സ്പീച്ചിൽ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ അസംബ്ലി ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു സല്യൂട്ടേഷൻ എഴുതാവുന്നതാണ്. ഇനി ഹൗ വിൽ യു ബിഗിൻ ദ സ്പീച്ച്? എങ്ങനെയാണോ നിങ്ങൾ ഈ സ്പീച്ച് തുടങ്ങുന്നത് എന്നത് ഉണ്ടാവണം. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് യു വിഷ് ടു ടെൽ? എന്തൊക്കെ ഐഡിയാസ് ആണ് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് കൺവേ ചെയ്യണം. ഹൗ വിൽ യു കൺക്ലൂഡ് യുവർ സ്പീച്ച്? എങ്ങനെയാണ് അവസാനം ഈ സ്പീച്ച് നിർത്തുന്നത് എന്നതും ആ സ്പീച്ചിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു സ്പീച്ച് എഴുതി നോക്കാം. റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ലവ് ഗെറ്റ്സ് ലവ്. ലവ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ. ലവ് കൊടുത്തു കഴിഞ്ഞാൽ ലവ് തിരിച്ചു കിട്ടും. ഇറ്റ് കൺവേസ് ദ മെസ്സേജ് ദാറ്റ് യു ബിഹേവ് ലവ്ലി ടു അതർ പീപ്പിൾ, ദേ വിൽ ബിഹേവ് ലവ്ലി ടു യു. നമ്മളെ മറ്റുള്ള ഈ മെസ്സേജ് നമ്മളെ കൺവേ ചെയ്യുന്നത് നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും ആ സ്നേഹം ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ്. ദർ ആർ മെനി പീപ്പിൾ അറൗണ്ട് അസ് ഹു നീഡ് അവർ ലവ് ആൻഡ് ഹെൽപ്പ്. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയും നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയും നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ഹെൽപ്പ് ഈസ് എ ഗുഡ് ക്വാളിറ്റി. ഹെൽപ്പിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു ക്വാളിറ്റിയാണ്. ഓൺലി ഗുഡ് പേഴ്സൺ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. നല്ല ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കുകയുള്ളൂ. ഇഫ് യു ക്യാൻ ഹെൽപ്പ് ദ നീഡി, ദേ വിൽ ബിക്കം ഹാപ്പി. ആർക്കാണോ ആവശ്യമുള്ളത് സ്നേഹം, അല്ലെങ്കിൽ ആർക്കാണോ ഹെൽപ്പ് ആവശ്യമുള്ളത് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും. ബൈ ഹെൽപ്പിംഗ് ദ നീഡി വി ക്യാൻ മേക്ക് എ ബെറ്റർ വേൾഡ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യമുള്ളവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ ഈ വേൾഡ് ബെറ്റർ വേൾഡ് ആയിട്ട് മാറും. ദ സ്റ്റോറി ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല ടെൽസ് അസ് ദ നീഡ് ഓഫ് ദ ഹെൽപ്പിംഗ് ദ നീഡി.
എന്താണ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് അംബ്രല്ല എന്നുള്ള സ്റ്റോറി നമ്മളോട് പറയുന്നത് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ് ടു ഹെൽപ്പ് ദ നീഡി ആസ് വി ക്യാൻ. ആർക്കാണോ ആവശ്യമുള്ളത് അവരെ സഹായിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ, നമ്മുടെ ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു, ജയ് ഹിന്ദ്. ഇങ്ങനെയാണ് ഈ ഒരു സ്പീച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ സ്പീച്ച് എഴുതേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാണോ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അതുണ്ടായിരിക്കണം, എങ്ങനെയാണോ നിങ്ങൾ തുടങ്ങുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൺക്ലൂഷനും ഇമ്പോർട്ടൻസ് ആണ്. എന്താണോ നിങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണോ നിങ്ങളുടെ മെസ്സേജ് അത് നിങ്ങൾ നന്നായിട്ട് കൺവേ ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതേണ്ടത്. ഇനി ഇതിലെ ആക്ടിവിറ്റി 3 നോക്കാം. ഡിസ്ക്രിപ്ഷൻ ആണ്. ദിസ് ഈസ് എ സീൻ ഫ്രം ദ സ്റ്റോറി ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. ഈ ഒരു ഇവിടെ കാണുന്ന ആ ഒരു പിക്ചർ, ഒരു സീൻ എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന സ്റ്റോറിയിലുള്ളതാണ്. ഡിസ്ക്രൈബ് ദ സീൻ എന്നാണ്. ഈ സീന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? യാസുക്കി ജാൻ ഈസ് ക്ലൈംബിംഗ് എ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്റ്റെപ്പ് ലാഡർ. യാസുക്കി ജാന് ട്രീയിലേക്ക് കയറുന്നത് നമ്മുടെ സ്റ്റെപ്പ് ലാഡറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ടോട്ടോ ജാൻ ഈസ് എൻകറേജ് ഹിം. ടോട്ടോ ജാന് അവനെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. നീ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എൻകറേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സം അതർ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നോബഡി ഈസ് വാച്ചിങ് ടാറ്റു ജാൻസ് അഡ്വഞ്ചേഴ്സ് എഫേർട്ട്. പക്ഷെ ആരും ടോട്ടോ ജാനിൻ്റെ ആ ഒരു അഡ്വഞ്ചേഴ്സ് എഫേർട്ട് ആരും കാണുന്നില്ല. യാസുക്കി ജാൻ ഹാസ് ഓൾമോസ്റ്റ് റീച്ച് ദ ടോപ്പ് ഓഫ് ദ ലാഡർ. യാസുക്കി ജാന് അതിൻ്റെ ഏകദേശം ടോപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടോട്ടോ ജാൻ ഈസ് കെയർഫുള്ളി വാച്ചിങ് ഹെർ ഫ്രണ്ട്സ് അഡ്വഞ്ചേഴ്സ് അറ്റംപ്റ്റ്സ്. നമ്മുടെ ടോട്ടോ ജാൻ എന്താ ചെയ്യുന്നത്? യാസുക്കി ജാന് കയറുന്നതിൻ്റെ ആ ഒരു എഫേർട്ട്, അവൻ്റെ ആ ഒരു അഡ്വഞ്ചർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ശ്രദ്ധിച്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ വീട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവൾക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ടും അവൾ നന്നായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ പഠിച്ച പാഠഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 4 ആണ് നോക്കാനുള്ളത്. കോൺവെർസേഷൻ ആണ്. യാസുക്കി ജാൻ റിട്ടേൺ ഹോം ആഫ്റ്റർ ദ ഗ്രേറ്റ് അഡ്വഞ്ചേഴ്സ്. ഇത് ഈ അഡ്വഞ്ചറിന് ശേഷം യാസുക്കി ജാൻ വീട്ടിൽ എത്തിച്ചേർന്നു. ഹി വാസ് വെരി ഹാപ്പി ടു ക്ലൈംബ് ദ ട്രീ. എന്താണ് അവന് ആ ഒരു മരത്തിൽ കയറിയതിൽ വളരെയധികം സന്തോഷവാനാണ്. ഹിസ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം. മദർ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ യാസുക്കി ജാൻ ആൻഡ് ഹിസ് മദർ. യാസുക്കി ജാൻ അല്ല, ടോട്ടോ ജാൻ ആണ് അല്ലേ, ടോട്ടോ ജാൻ. അപ്പോൾ അവിടെ യാസുക്കി എന്നുള്ളത് മാറ്റി നിങ്ങൾ ടോട്ടോ എന്ന് എഴുതണം. ടോട്ടോ ജാനും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എഴുതാം? മദർ പറയാണ്, ഗുഡ് ഈവനിങ് മൈ സൺ. ടോട്ടോ ജാൻ, ഗുഡ് ഈവനിങ് മോം. ഐ വാണ്ട് ടു സേ എ ബിഗ് ന്യൂസ്. ഞാൻ നിങ്ങളോട് ഒരു വലിയ ന്യൂസ് പറയാൻ ഉദ്ദേശിക്കുന്നു. മദർ, വാസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? എന്താണ് വാട്ട് ഈസ് ഇറ്റ്? എന്താണത്? ടോട്ടോ ജാൻ പറയാണ്, ടുഡേ ഐ ഹാവ് ഡൺ അഡ്വഞ്ചർ തിങ്. ഇന്ന് ഞാൻ ഒരു അഡ്വഞ്ചർ തിങ് ചെയ്തു. മദർ, ഹോ റിയലി? വാട്ട് ഡിഡ് യു ഡു? എന്താണ് നീ ചെയ്തത്? ഇപ്പോൾ ടോട്ടോ ജാൻ പറയാണ്, ഐ ഹെൽപ്ഡ് മൈ ഫ്രണ്ട് യാസുക്കി ജാൻ ടു ക്ലൈംബ് ദ ട്രീ. യാസുക്കി ജാന് മരത്തിൽ കയറാൻ വേണ്ടി ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു. മദർ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. ഇത് വലിയൊരു കാര്യമാണല്ലോ. ഹൗ ഡിഡ് യു ഹെൽപ്പ് ഹിം? നീ എങ്ങനെയാണ് അവനെ ഹെൽപ്പ് ചെയ്തത്? ടോട്ടോ ജാൻ പറയാണ്, ഐ ബ്രോട്ട് എ ലാഡർ, ഐ ഹെൽപ്ഡ് ഹിം. ഞാൻ ഒരു ലാഡർ കൊടുത്തു എന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്തു. മദർ, യു ബോത്ത് ആർ സേഫ്. രണ്ടുപേരും സേഫ് ആണല്ലോ ഇപ്പോൾ, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കോൺവെർസേഷനും എഴുതാം. ആക്ടിവിറ്റി നമ്പർ 5, ന്യൂസ് റിപ്പോർട്ട്. You have read the story, The Pied Piper of Hamelin. The stranger piper got rid of all the rats in Hamelin, but the mayor refused to give him to the award. Imagine you are the reporter of newspaper in the town of Hamelin. Prepare a newspaper report on the Pied Piper of Hamelin. The following questions will help you prepare the news report. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കണം. അതിന് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഹെഡ്ലൈൻ? ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. വേർ ഡിഡ് ദ ഇവന്റ് ടേക്ക് പ്ലേസ്? എവിടെയാണോ ഇവന്റ് നടന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. വാട്ട് ഈസ് ദ മെയിൻ ഇവന്റ്? എന്താണോ മെയിൻ ഇവന്റ് എന്നുള്ളത്, പ്രധാനപ്പെട്ട കാര്യം എന്താണോ എന്നുള്ളത് മെൻഷൻ ഉണ്ടായിരിക്കണം. ഹു ആർ ദ പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഇവന്റ്? ഈ ഇവന്റിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് എന്ന് എഴുതണം. വാട്ട് ഡിഡ് ഇറ്റ് ഹാപ്പൻ?
എന്താണ് സംഭവിച്ചത്, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എവിടെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാം. റെഡിയാണോ? അപ്പോൾ അത് എഴുതേണ്ടത് നമുക്ക് ഹെഡ്ലൈൻ ആണല്ലേ. ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ ഡിസപ്പിയേർഡ്. നൂറുകണക്കിന് കുട്ടികൾ ഡിസപ്പിയർ ആണെന്ന് എഴുതണം. ഇനി ഡേറ്റ് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കാം അല്ലേ. ഇപ്പോൾ 14th February ഹാംലിൻ. എവിടെയാണ് സ്ഥലം? ഹാംലിൻ. എ വെരി സാഡ് ഇൻസിഡൻറ്റ് ഒക്കേർഡ് ഹെർ യെസ്റ്റർഡേ. ഒരു വളരെ വിഷമമുള്ള ഒരു ഇൻസിഡൻറ്റ് ഇന്നലെ ഉണ്ടായി. ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ on this town were mesmerized by the magic tune played by a piper and they followed him. It is reported that the piper and the children disappeared in the mountains. The piper was promised to pay 10,000 gold coin if he could get rid of all the rats of the town. He played a particular tune and all the rats followed him and jumped into the sea. When he asked for the promised reward, the mayor tried to pay him only 500 gold coins. The piper rejected the amount and played another tune. Hearing the air tune, all the children of the town followed him and disappeared in the mountains with the piper. It was clear that the piper was taking revenge on the mayor. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ വീണ്ടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എഡിറ്റിംഗ് ആണ് ചെയ്യാനുള്ളത്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് എഴുതാനാണ്, കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടോ ജാൻ ജംപ്ഡ്. അപ്പോൾ എന്താണ് ജംപ്ഡ്? പി അല്ല ബി ആണല്ലേ. അപ്പോൾ അവിടെ ബി ആണ്. ഓൺ ടു ദ ഫോക്ക്. But she couldn't yet Yaski Jan into the tree from the step ladder. അവിടെ into അല്ല on to ആണ് വരേണ്ടത്. കറക്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് on to the tree ആണ്. She wanted to badly. അവിടെ ഷീ എന്ന് പറയുന്നതിൽ എസ് നമുക്കറിയാം. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മളവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ എസ് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇനി സോ ബാഡ്ലി ഹാവ് ടു യാസുക്കി ജാൻ ഓൺ ടു ഹെർ ട്രീ. അവിടെ ഹാവ് ടു അല്ല ടു ഹാവ് ആണ്. ടു ഹാവ് യാസുക്കി ജാൻ എന്നുള്ളതാണ് കറക്റ്റ്. ഷീ വാണ്ടഡ് ടു ഷോഡ് ഹിം. അവിടെ ടു ഷോഡ് എന്ന് പറഞ്ഞാൽ ടു കഴിഞ്ഞാൽ നമ്മളവിടെ V1 ഫോമാണ് എഴുതേണ്ടത്. അപ്പോൾ ഷോ എന്നാണ്. ഷീ വാണ്ട് ടു ഷോ ഹിം ഓൾ സോർട്ട്സ് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളിത് എഡിറ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.